ഒരു പൂജാമുറിയിൽ കുറച്ച് നേരം നിന്നതുകൊണ്ടൊന്നും അല്ലെങ്കിൽ അവിടെ നാമം ജപിച്ചത് കൊണ്ടൊന്നും മുഴുവൻ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് പറയൂ സാധ്യമല്ല. ഇത് നമ്മളെല്ലാവരും ജപിക്കണം, ഇതൊരു ശീലമാക്കണം. നല്ലൊരു പരിശ്രമം നടത്തിയാൽ മനസ്സിനെ ഏവർക്കും ഉയർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഉറപ്പു തരികയാണ്. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വേണ്ടാത്ത ചിന്തകളൊന്നും വരാതെ നാമത്തിൽ തന്നെ എനിക്ക് മുഴുകുവാൻ എങ്ങനെ സാധിക്കുന്നു? അതിന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടി നോക്കൂ നിങ്ങൾ. അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം എന്നാണ്. അർജുന, നീ പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. മനസ്സിനെ അത്ര എളുപ്പത്തിലൊന്നും രണ്ടിനെയും ചേർത്ത് വയ്ക്കാൻ പറ്റില്ല. ഏതാ രണ്ടും? ഒരു വശത്ത് വാസന, പൂർവവാസന നിറഞ്ഞിരിക്കുന്ന ചിന്തകൾ നിറഞ്ഞിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിനെയും ഉപബോധ മനസ്സിനെയും നാമം ചൊല്ലുന്ന ബോധമനസ്സിനെയും രണ്ടും കൂടി അങ്ങോട്ട് ലയിപ്പിക്കാൻ, ചേർത്ത് വയ്ക്കാൻ, ലിങ്ക് ചെയ്യാൻ അത്ര എളുപ്പത്തിലൊന്നും സാധ്യമല്ല. എന്നാൽ എങ്ങനെ സാധിക്കും? അഭ്യാസേനതു കൗന്ദേയ. എങ്ങനെ സാധിക്കും അത്? അതിനാണ് നിരന്തരം. അതാ ഞാൻ പറഞ്ഞത്, കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്താൽ കുറേ കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലെ ഈ വാസനകളുടെ ശക്തി കുറയും തോറും ഈ കോൺഷ്യസ് മൈൻഡിലെ നാമം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങി 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 അലിഞ്ഞ് 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 ചേരും. അതായത് ഒരു മരുന്ന് 7 ദിവസം കഴിക്കുമ്പോഴേക്കും നമ്മുടെ സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പിടിക്കുന്ന പോലെ നമ്മളൊരു തെങ്ങിനോ അല്ലെങ്കിൽ വാഴയ്ക്കോ വളർത്തിട്ട് 8ാമത്തെ ദിവസം തന്നെ കയറി പിടിക്കുമോ? അതിന് കുറച്ച് ദിവസം കൊണ്ടത് വലിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു അത് വലിച്ചെടുത്ത് അതിൻ്റെ ഒരു വേണ്ടുന്ന പ്രോട്ടീനും വൈറ്റമിൻസൊക്കെ ആക്കി മാറ്റിയെടുക്കുന്ന പോലെ ഈ നാമം നിരന്തരം ചൊല്ലുമ്പോഴാണ് നമ്മുടെ ഉപബോധ മനസ്സതിനെ സ്വീകരിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അസ്വസ്ഥതയുണ്ടാക്കുന്ന, ചഞ്ചലതയുണ്ടാക്കുന്ന വേണ്ടാത്ത ചിന്തകളുടെ ശക്തി പറയൂ കുറയുന്നത്. അതിനെന്താ ഉത്തരം? അഭ്യാസം എന്നാണ് പറയുക. എന്താണ്? നിരന്തരമായ അഭ്യാസം. ഇതൊക്കെ നമുക്ക് ഇല്ലാതായിപ്പോയി. മനസ്സിലായില്ലേ? എല്ലാവരും, കുട്ടികളൊക്കെ നോക്കും നിങ്ങൾ. ഒരു പൂജാമുറിയിൽ കുറച്ച് നേരം നിന്നതുകൊണ്ടൊന്നും അല്ലെങ്കിൽ അവിടെ നാമം ജപിച്ചത് കൊണ്ടൊന്നും മുഴുവൻ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് പറയൂ സാധ്യമല്ല. നാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിൽ അവസാനം പറയും, വാഴണം നിൻമഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ വാഴണം സുഖം. ഭട്ടതിരിപ്പാട് പറയും, നാരായണീയത്തിൽ പറയും, നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ. നിർമ്മല ബ്രഹ്മസിന്ധുവിൽ ആരാണോ നിർലീനം അതിലേക്ക് അങ്ങനെ ലയിച്ചു ചേരുക. ഭഗവാൻ കൃഷ്ണൻ പറയും, ഈ മന്ത്രം നിങ്ങൾ ഓർത്തോളം, ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. മാം അനുസ്മരത ചിത്തം. എല്ലാവരും ഒന്ന് പറയൂ, ഉറക്കെ പറയൂ. മാം അനുസ്മരത ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മാം, എന്നെ, അനുസ്മരത ചിത്തം. അനുസ്മരത എന്ന് പറഞ്ഞാൽ അനസ്യൂതം സ്മരിക്കുന്ന ചിത്തം. മൈ ഏവ പ്രവിലീയതേ, എന്നിൽ തന്നെ വന്ന് ലയിക്കുന്നതാണ്. അപ്പം നാമസ്മരണം കൊണ്ട് തന്നെ ആരിലേക്ക് എത്താം? അപ്പം നമ്മൾ ഉള്ളിലിങ്ങനെ ഒബ്സേർവ് ചെയ്യണം. നമുക്കിന്നിപ്പോൾ CCTV ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും, അല്ലേ? അവർ നമ്മളെ നോക്കുന്നുണ്ട്. ആര്? പണ്ട് നമ്മൾ പറയും ഇതൊക്കെ നോക്കാൻ മുകളിലൊരാളുണ്ടായിരുന്നു എന്ന്. ഇപ്പോഴത് ശരിയാണ്. മുകളിലെന്ന് പറഞ്ഞാൽ ദേവസ്വം ഓഫീസിൻ്റെ മുകളിലിരുന്ന് അവർ നോക്കണോ? എന്താ അവിടെ മുകളിലിരുന്ന് നോക്കുന്നത്? കാരണം ദേവസ്വം അവിടെ ബോർഡിൻ്റെ റൂമിൻ്റെ മുകളിലാണ് CCTV ക്യാമറയുടെ എല്ലാ ഒബ്സർവേഷൻ റൂം വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കറക്റ്റാണ്. ഇതൊക്കെ നോക്കാൻ മുകളിലൊരാളുണ്ട്, വളരെ കറക്റ്റാണ്. നിങ്ങൾ നോക്കി എത്ര പെർഫെക്റ്റ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മുകളിലൊരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരെ നോക്കുന്നുണ്ട്?
നിങ്ങൾ വായും പൊളിച്ച് നിൽക്കുന്നതും അങ്ങോട്ട് നോക്കുന്നതും ഇങ്ങോട്ട് നോക്കുന്നതും മനസ്സിലായില്ലേ? ഒരുപക്ഷെ ഈ CCTV ഉള്ള രംഗങ്ങളൊക്കെ ഗുരുവായൂരപ്പം വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? CCTV ഉള്ള രംഗങ്ങളൊക്കെ ഗുരുവായൂരപ്പം നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അനുഗ്രഹിക്കാൻ തോന്നുമോ, ചിരിക്കാൻ തോന്നുമോ? പറയൂ. ആളുകൾ എന്തൊക്കെയോ വർത്തമാനം പറയണു. ആകെയുള്ള ശ്രദ്ധ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ ശ്രദ്ധ മാത്രമേ ഉള്ളൂ. കുറേ എണ്ണത്തിന് ഇവിടെ നിങ്ങളുടെ കാര്യമില്ല ഞാൻ പറയണത്, പൊതുവെ ആൾക്കാർ നോക്കൂ. ഞാൻ ആളുകളെ കുറ്റം പറയല്ല. കാരണം ഹിന്ദുക്കളിൽ ശരിക്ക് ഭക്തി ഉള്ളവരുടെ എണ്ണം പറയൂ കുറവാണ്. എല്ലാം തൊഴുതുപോകൽ പ്രസ്ഥാനക്കാരാണ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഭക്തി ആയി. ഞാൻ കൂടുതൽ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അത് അവിടുന്ന് ശബ്ദം ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ ആ ഒരു ഭക്തി ഉണ്ടാവണമെങ്കിൽ അത് ആവർത്തനത്തിൽ മനസ്സിനെ ചേർത്ത് വെക്കണം. ഈ 2 വാക്കുകൾ മറക്കരുത്. ആവർത്തനവും അർപ്പണവുമാണ് ഭക്തി എന്നുള്ളത്. അപ്പോഴാണത് ശക്തിയായിട്ട് മാറുക. എന്താണ്? ആവർത്തനവും അർപ്പണവുമാണ് ഭക്തി. എന്താ അർപ്പിക്കേണ്ടത്? പൂർണ്ണമായി നമ്മുടെ മനസ്സതിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് ഭക്തി എന്നുള്ളത്. അങ്ങനെ ആ ഭക്തിയിലാണ് മനസ്സിന് എന്ത് വരുന്നത്? ഈ ഭക്തി ഉണ്ടോ എന്ത് വരും? കൂടെ വന്നില്ല, മനോബലം, ശക്തി ഉണ്ടാവും, ആത്മശക്തി ഉണ്ടാവും, മനോബലമുണ്ടാവും. മനോബലമുള്ളവർക്ക് എപ്പോഴും ആത്മസുഖവും ഉണ്ടാവും. എന്നാൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തൊരു സുഖാണത് എന്നുള്ളത്. മനോബലമുള്ളവർക്ക് എപ്പോഴും അശാന്തസ്യ കുതസുഖം എന്ന് കൃഷ്ണൻ ഗീതയിൽ ചോദിക്കും. ശാന്തിയില്ലാത്തവർക്ക്, അതേ മനോബലമില്ലാത്തവർക്ക് എന്ത് സുഖം എന്നാണ്. അപ്പം മനോബലമുള്ളവർക്ക് എപ്പോഴും എന്തുണ്ട്? ആത്മസുഖമുണ്ട്. ഭഗവാൻ അവരെ ധീരന്മാരെന്നാണ് വിളിക്കുന്നത്. ആരാണ്? ഗീതയിൽ 2-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, യം ഹിനഭ്യതയന്തേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേന. ആരാണോ നിരന്തര ആവർത്തനത്തിലൂടെ മനസ്സിന് മനോബലം വരുത്തിയിട്ടുള്ളത് അവർ ധീരന്മാരാണ്. അവർക്ക് സുഖവും ദുഃഖവും എല്ലാം, സുഖത്തിൽ അവർ കൂടുതൽ എക്സൈറ്റഡ് ആവില്ല, സുഖത്തിൽ ഓവറായിട്ട് അവർ മതിമറക്കില്ല. ദുഃഖത്തിലാണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആവില്ല, എക്സോസ്റ്റഡ് ആവില്ല, ഫ്രസ്ട്രേറ്റഡ് ആവില്ല. കാരണം അവർക്ക് ആ മനോബലം കൊണ്ട് അതിനെയും നിസ്സാരമായി കണ്ട് തരണം ചെയ്യാനുള്ളൊരു ശക്തി ഉള്ളിലുണ്ട്. നമുക്ക് സുഖമല്ല വേണ്ടത്, നമുക്ക് ഉറക്കെ പറയൂ നിങ്ങൾ, ഇത് നിങ്ങളുടെ തലയിൽ ഉറയ്ക്കണം. ഈ ഭാഗവതം കഴിയുമ്പോഴേക്കും സുഖം തരണം എന്ന് പ്രാർത്ഥിക്കരുത്, ജീവിതം സുഖമാവണമെന്ന്. എന്താ വേണ്ടത്? മനോബലമുണ്ടാവാൻ ആവർത്തിക്കണം. എന്നിപ്പോൾ ജീവിതം സുഖമാവാൻ പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാവരും. അവരറിയുന്നില്ല സുഖമല്ല നമുക്ക് വേണ്ടത്. ഈ സുഖങ്ങളൊന്നും നാളെ, ഉറക്കെ പറയൂ, കാരണം കാലം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു. ഈ പൂന്താനം ഇവിടുന്ന് പാടിയ വരികളല്ലേ അത്, അല്ലേ? അതുപോലെ കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ, വലിയ സമ്പന്നന്മാരൊക്കെ ജയിലിൽ പോയത് കണ്ടില്ലേ? അടുത്ത കാലത്തൊക്കെ പത്രമൊക്കെ വായിച്ചതല്ലേ നിങ്ങൾ? അത് പൂച്ചയായാലും പോച്ചയായാലും ഒക്കെ കണക്ക് തന്നെ, അതെല്ലാവർക്കും ബാധകമാണത്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് നാളെ എന്ത് സംഭവിക്കും എന്നതാർക്കും, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, നാളെയും എന്തെന്നറിഞ്ഞില്ല. അതാണ് കാലത്തിൻ്റെ പോക്ക്. നിങ്ങൾ നോക്കൂ, ഒരു ട്രെയിൻ അനൗൺസ്മെൻറ്റ്, പ്ലാറ്റ്ഫോം 14th നിന്നും 15th ട്രെയിൻ മാറ്റി എന്നൊരു അനൗൺസ്മെൻ്റാണ് 36 പേരുടെ ജീവിതം ഡൽഹിയിൽ തീർത്തു കൊടുത്തത്. കണ്ടില്ലേ നിങ്ങൾ? ഒരൊറ്റ അനൗൺസ്മെൻറ്റ്.
ഒരുപക്ഷെ ട്രെയിൻ പ്ലാറ്റ്ഫോം മാറിയില്ലായിരുന്നെങ്കിൽ, പക്ഷെ ആ സമയത്തിന് എന്തോ കാലം അങ്ങനെ പ്രേരിപ്പിക്കുമായിരിക്കാം ഒരുപക്ഷെ, അല്ലേ? ആരെങ്കിലും പ്രതീക്ഷിക്കും അതൊക്കെ? എന്തെല്ലാം മോഹത്തിലാണ് മനുഷ്യൻ പോകുന്നത്, പറയൂ നിങ്ങൾ. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല, പറഞ്ഞു വരുന്നത് സുഖം അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ആ മനോബലം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആവർത്തനവും അർപ്പണവും വേണം. ഇത് മറക്കരുത്. നാമത്തിൻ്റെ ആവർത്തനവും അതാണ് ശരിയായ ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭക്തി എത്ര പേർക്കുണ്ട്? എൻ്റെ കാഴ്ച പെട്ടെന്ന് കുറഞ്ഞ പോലെ. ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതല്ല, ജസ്റ്റ് ചോദിച്ചു മാത്രം. എന്നാൽ അതിൻ്റെ കുറേയൊക്കെ എത്താൻ പറ്റിയിട്ടുള്ളവരുണ്ടാവില്ലേ? എത്ര പേരുണ്ടാവും? ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇത് കൈവരിക്കാൻ നമുക്ക് സാധിക്കലാണ് ജീവിതത്തിൻ്റെ ജന്മസാഫല്യം. എന്തൊരു കൃതാർത്ഥത വരുന്നറിയോ, എന്തൊരു ധന്യത വരുന്നറിയോ. ഭീഷ്മ പിതാമഹനതാ പറഞ്ഞു കൊടുക്കുന്ന സ്മരണമത്രേണ ജന്മസംസാരബന്ധനാൽ വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ നമസ്സമസ്തബോധാനം ആദിഭൂതായ ബുഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഈ നാമജപത്തിൻ്റെ നിരന്തരമായ ആവർത്തനം കൊണ്ട് അങ്ങയ്ക്ക് അങ്ങയുടെ മനസ്സിനെ സകല ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കും. ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്ന് ആ യുധിഷ്ഠിരനെ ബുദ്ധിപ്പെടുത്തി, യുധിഷ്ഠിരനെ കൺവിൻസ് ചെയ്തു. അങ്ങനെയാണ് വിഷ്ണു സഹസ്രനാമം എന്ന മഹത്തായൊരു മന്ത്രം നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൃഷ്ണനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ്റെ മനസ്സിനെ വലിയൊരു ഡിപ്രഷനിൽ നിന്നും മനോബലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്നുപദേശിച്ച മന്ത്രമാണ് ഏത്? വിഷ്ണു സഹസ്രനാമം. ഇത് നമ്മളെല്ലാവരും ജപിക്കണം, ഇതൊരു ശീലമാക്കണം. കാലത്ത് 6 മണിക്ക് വന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. ഇവിടെ 6 മണിക്ക് നമ്മൾ വിഷ്ണു സഹസ്രനാമ ജപം ആരംഭിക്കും. ഇത് കഴിഞ്ഞ് ഭീഷ്മ പിതാമഹൻ ആ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടാണ് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നത്. തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ഉപേക്ഷിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാത്മാവാണ് ഭീഷ്മ പിതാമഹൻ. സാധാരണ എല്ലാവരും ശാരീരികമായി തളർന്നാൽ മാനസികമായും തളരും. പക്ഷെ മനസ്സൊട്ടും തളരാൻ വിധിക്ക് അനുവദിച്ചു കൊടുക്കാതെ, കാലത്തിന് അനുവദിച്ചു കൊടുക്കാതെ ആ മനസ്സുകൊണ്ട് കൃഷ്ണനെ സ്തുതിക്കാൻ സാധിച്ച സുകൃതിയാണ് ആര്? ഭീഷ്മ പിതാമഹൻ. ഇതെനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ശരീരവും മനസ്സും രണ്ടാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ മനസ്സിരിക്കുന്നത് ശരീരത്തിലാണ്. അപാനൻ ശരീരത്തോട് ചേർന്നിരിക്കുകയാണ്. പ്രാണൻ ഭഗവാനോട് ചേർന്നിരിക്കുകയാണ്. അപാനൻ ആരോട് ചേർന്നിരിക്കണോ? ശരീരത്തോട് ചേർന്നിരിക്കുകയാണ്. അപാനൻ ഭഗവാനോട് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രാണൻ്റെ സ്ഥലം മൂർധാവിലാണ്, അപാനൻ ഏറ്റവും താഴെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ സ്ഥാനം പറയുമ്പോൾ എപ്പോഴും എവിടെയാണ് പറയുക? നിങ്ങൾ ലളിതാ സഹസ്രനാമമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണും. ലളിതാ സഹസ്രനാമം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എവിടെയാണ്? ഷഡ്ചക്രോപരി സംസ്ഥിതായേ നമ ആണോ? ബ്രഹ്മഗ്രന്ഥി വിഭേദിന്യേ നമ, സഹസ്രദളപത്മസ്ഥായേ നമ. സഹസ്രദളം, സഹസ്രാരം, അവിടെയാണ് ആരുടെ സ്ഥാനം? പ്രാണൻ്റെ സ്ഥാനവും ഭഗവാന്റെ സ്ഥാനവും. അപ്പം ഭഗവാന്റെ സ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ ആരിലേക്ക് എടുക്കണം? പ്രാണനിലേക്ക് എടുക്കണം. അതിന് ഈ അപാനൻ്റെ പിടിയിൽ നിന്നും മോചനം വേണം. ഇതിൻ്റെ പേരാണ് മോക്ഷം എന്നത്. അപാനൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന മനസ്സിനെ പ്രാണവശത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ പേരാണ് മോക്ഷം എന്ന പേര്. മോചനം വേണം. അതെങ്ങനെയാണ് നമ്മൾ മോചിപ്പിച്ചെടുക്കുക? അതാണ് നാമജപം ആവർത്തിക്കും തോറും അപാനൻ്റെ പിടിയിൽ നിന്നും ആര് വിട്ടുപോരും? അപാനൻ്റെ പിടിയിൽ നിന്നും
മനസ്സ് ആരുടെ പിടിയിലേക്കെത്തി? പ്രാണൻ്റെ. ഭഗവാൻ പറയുന്നു, മരണസമയത്ത് പ്രാണൻ്റെ പിടിയിലെത്തുന്ന ഒരാൾ, മൂർധന്യാതായ പ്രാണം, അവർക്ക് നാമം സ്മരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുന്നതാണ്. ഗീതയിൽ 8-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം, അവിടെ വളരെ ഗംഭീരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ എഴുതി വച്ചിരിക്കുകയാണ്. പരീക്ഷിച്ച് നോക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അവിടെ 9, 10, 11, 12 ശ്ലോകങ്ങളൊക്കെ എടുത്താൽ നിങ്ങൾക്ക് കാണാം. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യച്ച, 12ാമത്തെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 12ആണോ? സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യച്ച. അടുത്തെന്താണ്? മൂർധനിയാതായ പ്രാണം. നോക്കൂ നിങ്ങൾ, ആ മൂർധനി പ്രാണനിലേക്കാരാണോ മനസ്സുയർത്തിയിട്ടുള്ളത്, അങ്ങനെ ആരാണോ മൂർധന്യാതായ പ്രാണം, ആസ്ഥിതോ യോഗമാസ്ഥിത. അടുത്ത വരി എന്താണ്? ഓമിത്യേകാക്ഷരം ബ്രഹ്മവ്യാഹരൻ മാം അനുസ്മരൻ. ആ മരണസമയത്ത് ആർക്കാണോ പ്രാണനിലേക്ക് മനസ്സുയർത്തിയവർക്കേ ഭഗവാന്റെ നാമമൊക്കെ ചൊല്ലാൻ പറയൂ സാധിക്കുള്ളൂ. അങ്ങനെ ആരാണോ സ്മരിച്ചുകൊണ്ട്, അടുത്ത വരി എന്താണ്? ത്യജത്യന്തേ കളേപരം. ത്യജത്യന്തേ കളേപരം എന്ന് പറഞ്ഞാൽ, കളേപരം എന്ന് പറഞ്ഞാൽ ശരീരത്തെ ത്യജിക്കുന്നത്. യാന്തി പരമാം ഗതിം. അവർ എവിടെ എത്തി? പരമമായ ഗതി അവർ കൈവരിക്കുന്നതാണ്. അപ്പം ഇപ്പം നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ മനസ്സ് വിഷമങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് ആരുടെ കൈവശത്തിലാണ്? അപാനൻ്റെ കൈവശത്തിലാണ്. അതിൽ നിന്ന് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം? ജപിച്ച് 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 കൊണ്ടുവരണം. വേറെ വഴിയില്ല. എന്താ ചെയ്യുക? മനസ്സിലായില്ലേ? അപ്പം മെനക്കെട്ടാൽ മാത്രമേ മനസ്സ് ഉയരുകയുള്ളൂ. അപ്പം നോക്കൂ, നല്ലൊരു പരിശ്രമം നടത്തിയാൽ മനസ്സിനെ ഏവർക്കും ഉയർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഉറപ്പ് തരികയാണ്.